ഹായ് ഫ്രണ്ട്സ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാഞ്ഞാലി ബിരിയാണിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഒത്തൻറ്റിക് ആയിട്ടുള്ള മാഞ്ഞാലി ബിരിയാണിയിൽ എപ്പോഴും കൈമ റൈസ് വെച്ചിട്ടാണ് ഗീ റൈസ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൈസിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ റൈസും ചിക്കനും സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റ് സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉപ്പ്, നാരങ്ങനീര് എന്നിവ പുരട്ടിയിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 മുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ മസാലയൊക്കെ പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ പല രീതിയിൽ മാഞ്ഞാലി ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ശരിക്കും ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയപ്പോഴാണ് ആ ഒരു ഒറിജിനൽ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഗീ റൈസിന് കിട്ടിയത്. ശരിക്കും പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടലുകളിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ബിരിയാണി തയ്യാറാക്കാനായിട്ട് 2 വലിയ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വലിയ പീസാണ് നമ്മൾ മസാല പുരട്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ചെറിയ എല്ലിൻ്റെ പീസ്, നെയ്യിൻ്റെ പീസൊക്കെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് വിനീഗർ എന്നിവ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. കൂടുതൽ നെയ്യുള്ള പീസ് വേണം കേട്ടോ ഇതിനായിട്ട് എടുക്കാനായിട്ട്. നമ്മൾ ഈ ഒരു ചിക്കൻ സെപ്പറേറ്റ് ആയിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നെയ്യാണ് നമ്മൾ ഗീ റൈസിന് ദം ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നെയ്ച്ചോറിന്. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യം പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് വേവിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹാഫ് കുക്കഡ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ, ഫുള്ളായിട്ട് കുക്ക് ചെയ്യേണ്ട. ബാക്കി നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. വേറെ അടുപ്പിൽ നമ്മൾ രണ്ടാമത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗീ റൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചിക്കൻ വേവിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് നെയ്യിൻ്റെ അംശം കുറവുണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഡാൽഡയോ ചേർത്ത് കൊടുക്കാം. ഏകദേശം 5 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഹാഫ് കുക്കഡായിട്ട് വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് വെള്ളവും നെയ്യൊക്കെ ഊറി വന്നിട്ടുണ്ടാവും. ഈ ഒരു വെള്ളം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വെള്ളവും അതുപോലെ നെയ്യുമാണ് നമ്മൾ റൈസ് ദം ചെയ്യുമ്പോൾ അതിൻ്റെ മീതേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കളറൊന്നും ആഡ് ചെയ്യേണ്ട. ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു യെല്ലോ കളറ് ഫുള്ളായിട്ട് നമ്മുടെ റൈസിന് കിട്ടിക്കോളും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള റൈസ് ആയിരിക്കും ഇങ്ങനെ ചെയ്താൽ. ഈ ചിക്കൻ നമ്മൾ രണ്ടും വേവിക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വന്നോളും. പിന്നെ നെയ്യ് കുറവുള്ള ചിക്കനാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഡാൽഡയോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു വെള്ളം നമുക്കെടുത്തൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ആദ്യം ഇട്ടിരുന്ന ആ ഒരു ചിക്കനും ഇതുപോലെ ഹാഫ് കുക്കഡായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതും നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് കോരിയിട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു വെള്ളം നമ്മൾ പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വെള്ളം മാറ്റി വെച്ച ശേഷം നമുക്ക് ആ ഒരു പാനിൽ തന്നെ ചിക്കൻ വറുത്തെടുക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ വറുത്തെടുക്കുന്നതിന് മുന്നേയായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ള സവാളയും കാഷ്നട്ടും കിസ്മസൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് നല്ല കരികരിപ്പായിട്ട് വറുത്ത് കോരി എടുക്കാം. ഈ സവാള നമ്മൾ ബിരിയാണിക്ക് വറുത്തെടുക്കുമ്പോൾ അതിലേക്ക് 1 നുള്ളുപ്പും 2 നുള്ളു പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വറുത്തെടുത്താൽ ഒരു പ്രത്യേക രുചിയായിരിക്കുള്ളൂ. ഇപ്പോൾ ബിരിയാണിയിലേക്ക് ചേർക്കാനുള്ള സവാളയും കാഷ്നട്ടും കിസ്മസൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. സവാള വറുത്തെടുത്തപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന എണ്ണയിലേക്ക് നമ്മൾ ഹാഫ് കുക്കഡാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ഫ്രൈ ആക്കിയിട്ടൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ബാക്കി നമ്മൾ മസാലയിൽ ഇട്ടിട്ടും വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കനെല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. രണ്ടാമത് നമ്മൾ വേവിച്ച ചിക്കനും ഇതുപോലെ തന്നെ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കനെല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന എണ്ണയിലേക്ക് 4 മീഡിയം സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാട്ടോ. നമ്മുടെ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ സവാള അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് എണ്ണ തിരിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം.
ഇപ്പോൾ സവാളയൊക്കെ വഴണ്ടിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വഴറ്റി കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 3 തക്കാളി നീളത്തിൽ അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് എണ്ണയൊക്കെ തിരിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവിയിൽ വെന്ത് വന്നോളും. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് നന്നായിട്ട് എണ്ണയൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ സത്തും അടങ്ങിയിരിക്കുന്ന വെള്ളമാണിത്. അപ്പോൾ ഇത് നിങ്ങൾ കളയരുത്. അതെടുത്ത് മാറ്റി വെച്ച ശേഷം ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഗ്രേവി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് വേണം കേട്ടോ ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട്. ചിക്കനിലേക്ക് ആ ഒരു മസാലയൊക്കെ പിടിക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് നമുക്കൊന്ന് നെയ്യൊക്കെ തിരിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് സവാള വറുത്തതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില, ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാലയൊക്കെ തൂവി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഗീ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ വലിയൊരു പാനിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഡാൽഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും മഞ്ഞാലി ബിരിയാണിയിൽ ഡാൽഡയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡാൽഡ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്കായ്, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന ഒരു ജീരകമാണിത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രമ്പേല, വഴനയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. നമ്മുടെ ബിരിയാണിക്ക് കുറച്ചും കൂടി നല്ല ഫ്ലേവറൊക്കെ കിട്ടും. സ്പൈസസ് ഒക്കെ മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് ഞാനൊരു ചെറിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം പൈനാപ്പിൾ ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൈനാപ്പിളും ക്യാരറ്റൊക്കെ ചേർത്തിട്ട് ഗീ റൈസ് തയ്യാറാക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൈസ് എടുക്കുമ്പോൾ എപ്പോഴും കൈമ റൈസ് തന്നെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 കപ്പ് കൈമ റൈസ് 1.5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയ ശേഷം കഴുകി ഊറ്റിയെടുത്തിരിക്കുന്നതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിനിമം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ കുതിർത്തിയിട്ട് വേണം കേട്ടോ ഈ കൈമ റൈസ് യൂസ് ചെയ്യാനായിട്ട്. റൈസ് ഇതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിപ്പിടിക്കാതെയൊക്കെ കിട്ടുകയും ചെയ്യും. ഓവർ കുക്കായിട്ട് വരെയുമില്ല. ഏകദേശം 3 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ 3 കപ്പ് അരിക്ക് 4.5 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ അരി നുറുങ്ങി പോവാതെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരുള്ളൂ. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസ് വെന്തോന്ന് നോക്കാം. ഓപ്പൺ ആക്കിയതിന് ശേഷം സൈഡിൽ കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ മാറ്റി നോക്കുമ്പോൾ അടിയിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇപ്പോൾ അടിയിൽ വെള്ളമൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ റൈസ് ഇങ്ങനെ തന്നെ വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കണം. സെപ്പറേറ്റ് നമ്മൾ ചിക്കൻ വെച്ചിട്ടൊന്ന് ലെയർ ചെയ്തെടുക്കുന്നില്ല, ഇതുപോലെ തന്നെയാണ് ദം ചെയ്തെടുക്കുന്നത്. ദം ചെയ്തെടുക്കാനായിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പൈനാപ്പിൾ ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില, പുതിനയില, സവാളയും കാഷ്നട്ടൊക്കെ വറുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ സാധാരണ ബിരിയാണിക്ക് ദം ഇടുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. ഈ റൈസ് നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ചൂടാറാനായിട്ട് നിൽക്കരുത് കേട്ടോ. അതിക്ക് മുമ്പ് തന്നെ ചൂടോട് കൂടി തന്നെ ദം ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു കളറും ടേസ്റ്റൊക്കെ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ നെയ്യും വെള്ളമൊക്കെ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മീതേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നെയ്യിൻ്റെ അംശം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഡാൽഡയോ അല്ലെങ്കിൽ നെയ്യോ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നെയ്യുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഒന്ന് തൂവി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ദം ചെയ്തെടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞ് വയ്ക്കാം, അല്ലെങ്കിൽ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ചിട്ട് അതുപോലെ എയർ പോവാത്ത രീതിയിൽ അങ്ങനെ വേണമെങ്കിലും ദം ചെയ്തെടുക്കാം.
ദം ചെയ്തെടുക്കുമ്പോൾ അടിഭാഗം ഒട്ടും കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു ദോശച്ചട്ടി വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മീതേക്ക് വെച്ചിട്ട് ദം ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നോളും. ഇപ്പോൾ നമ്മുടെ വെരി ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ഗീ റൈസ് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൈമ റൈസ് വെച്ചിട്ട് റൈസ് തയ്യാറാക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യം പോലും ഇല്ല, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കല്ലേ.